വെറും 12 എപ്പിസോഡേ കാണത്തുള്ളൂ. നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല തരക്കേടില്ല എന്നും പറഞ്ഞങ്ങ് തുടങ്ങി ഒരു എപ്പിസോഡോ 2 എപ്പിസോഡോ കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ജാതി ഹുക്കങ്ങ് കിട്ടും. പിന്നെ അത് എങ്ങനെയും കണ്ടു തീർത്തില്ല നമുക്ക് സമാധാനം കാണത്തില്ല. ആ ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ ലെവലിൽ ബിഞ്ച് വൃത്തിയായിട്ടുള്ള വളരെ ചുരുക്കം ചെറിയ ആനിമേസ് ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് എടുത്തു വെക്കുവാൻ സാധിക്കുന്ന ഒരു മാരക ഐറ്റമാണ് ഇറേസ്ഡ്. വെറും 12 എപ്പിസോഡേ ഉള്ളൂ. തുടങ്ങി ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതെങ്ങനെയും കണ്ടു തീർക്കണം, ഇതിലെ മിസ്റ്ററീസ് എങ്ങനെയാണ് ചുരുളഴിയുന്നത്, ഇതിലെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതിലെ ലേയേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേക ത്വര നമുക്ക് വരും. ആ രീതിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടൈം ട്രാവലിംഗ് പ്ലസ് സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിലേക്ക് എടുത്ത് വെക്കുവാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു ആനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സത്തൂർ എന്ന് പറയുന്ന പയ്യനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആനിമെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവനൊരു മാങ്ക ആർട്ടിസ്റ്റ് ആയിരുന്നു, പക്ഷേ അതിൽ അത്ര സക്സസ്ഫുൾ ആവാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു പിസ്സ ഡെലിവറി ഷോപ്പിലാണ് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെലിവറിയൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് സത്തൂറിന് അൺനോൺ ആയിട്ടുള്ള ഒരു പവർ ലഭിക്കുകയാണ്. അതായത് ആൾക്ക് 5-10 മിനിറ്റൊക്കെ പിറകോട്ട് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു വലിയ അപകടമോ വലിയൊരു ഇവൻറ്റോ നടക്കുന്നതിന് മുന്നേ ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിന് ഇതുപോലെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പുറകോട്ട് സഞ്ചരിച്ച് എന്തെങ്കിലും അപകടം നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അപകടത്തെ ഇല്ലാണ്ടാക്കാൻ ഈ ഒരു ക്യാരക്ടറിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ നടക്കാത്ത രീതിക്ക് ഈ ഒരു ക്യാരക്ടറിന് അതൊക്കെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സത്തോറിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരാളുടെ മരണം ഇവേഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാരക്ടർ ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത് ആളുടെ ചൈൽഡ്ഹുഡിലേക്കാണ്. അതായത് വലിയൊരു ടൈം ജമ്പ് തന്നെ നടത്തിയിട്ട് താൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ സത്തോറു ചെല്ലുകയാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സത്തോറു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ നാട്ടിലുണ്ടായിരുന്ന 3 കുട്ടികളെ കാണാണ്ടാവുകയും ശേഷം വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ കുട്ടികളുടെ ഡെഡ് ബോഡീസ് കിട്ടുകയും ചെയ്തിരുന്നു. അപ്പം ഈ ഒരു കുട്ടികളുടെ പിന്നിലെ മരണത്തിനും അതുപോലെ തന്നെ തനിക്ക് വേണ്ടപ്പെട്ടയാളുടെ മരണത്തിനും പിന്നിൽ ഒരാളാണ് അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറാണ്, ഇതിലൊക്കെ എന്തോ മിസ്റ്ററീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന സത്തോറു അത് കണ്ടുപിടിക്കാൻ പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു ആനിമെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് ആരാണ് ഈ കില്ലർ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മരിക്കുന്നത്, എന്തുകൊണ്ടാണ് വേണ്ടപ്പെട്ടയാൾ മരിച്ചത്, ഇതിൻ്റെയൊക്കെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നൊക്കെയുള്ള ഒരു ത്വര നമുക്ക് വരും. ഇതെങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഫീലിങ്ങോട് കൂടി കാണുമ്പോഴത്തേനും എറൈസ്ഡ് നൽകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പോരാത്തതിന് ഇതിൽ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ലെയേഴ്സ്, അവരുടെ ക്യാരക്ടർ ആർക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗംഭീരമാണ്. അതായത് ഒരു 12 എപ്പിസോഡ് ആനിമയ്ക്കകത്ത് പല ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ആ ഒരു ലെയേഴ്സ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അവരുടെ മോട്ടീവ്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറിയൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല സോഷ്യൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഈവൻ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, മൊത്തത്തിലുള്ള ആനിമേഷൻ, ഈ ഒരു ആനിമെ നമുക്ക് നൽകുന്ന മൂഡ് എല്ലാം വളരെ 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 പെർഫെക്റ്റ് ആയിട്ട്, അതായത് എല്ലാം കൃത്യമായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പവർ പാക്കേജാണ് ഈ ഒരു എറൈസ്ഡ് എന്ന് പറയുന്ന ആനിമെ. അപ്പോൾ നമുക്ക് വളരെ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഓരോ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ക്ലിഫ് ഹാങ്ങേഴ്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാനുള്ളൊരു ത്വര എന്തായാലും വരും. ഈ കാരണം കൊണ്ട് വേണമെങ്കിൽ നമ്മൾ ഒറ്റ ഇരിപ്പിന് ഈ ഒരു സാധനം കണ്ടു തീർക്കും. ഞാനും ഒരൊറ്റ രാത്രി കൊണ്ടാണ്, അതായത് തലേന്ന് രാത്രി തുടങ്ങി പിറ്റേന്ന് രാവിലെ കൊണ്ട് പരിപാടി ഞാൻ തീർത്തു. അപ്പോൾ അത്രയും എൻഗേജ്ഡ് ആക്കി വെച്ചുകൊണ്ടാണ് ഈ ഒരു സാധനം പോകുന്നത്. പോരാത്തതിന് ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അതായത് ചില ക്യാരക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ മോട്ടീവ്സ് ആയിക്കൊള്ളട്ടെ, ഇനി അതുമല്ല ഈ ഒരു നടക്കാൻ പോകുന്ന ചില ഇവൻറ്റ്സ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഒരു വിധമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പാകത്തിലാണ് ഇതിൻ്റെ റൈറ്റർ എഴുതി വെച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവും. അപ്പം വളരെ ഗംഭീരമായിട്ട്, അതായത് ഇതിൻ്റെ റൈറ്റിംഗ് വളരെ ഗംഭീരമാണ്. നമുക്ക് ഒന്നൊരു ഹുക്ക് കിട്ടി ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേന് സംഭവം പെട്ടെന്ന് മൊത്തം റിവേർട്ടായിട്ട് വീണ്ടും ഒരു തലത്തിലേക്ക് ഈ ഒരു ആനിമേ ചെയ്യും. അപ്പം ഭയങ്കര ഒരു വല്ലാത്ത ഫീലിംഗ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു രീതിക്കാണ് സംഭവം എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ടൈം ട്രാവലിംഗ്, മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലേഴ്സ്, ഈ സീരിയൽ കില്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനിമെ, അങ്ങനത്തെ ആനിമെ എന്നല്ല, നിങ്ങൾ ആ ഒരു കണ്ടന്റിനോട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇറേസ്ഡ് കാണാൻ പറ്റും. നിങ്ങളൊരു ആനിമെ കാണാത്ത ഒരാളാണ്, ഒരു ബിഗിനർ ആണെന്നൊക്കെ ഉണ്ടെങ്കിലും ഇറേസ്ഡ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നൽകും. കാരണം കൂടുതൽ ആനിമേസ് കാണാനും അല്ലെങ്കിൽ ആനിമേസിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ടെന്ന് അറിയാനും ഒക്കെ ഇറേസ്ഡ് വളരെ ഗംഭീരമായിട്ട് തന്നെ സഹായിക്കും. കാരണം ആ ഒരു രീതിക്കാണ് ഈ ഒരു സംഭവം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലെ ഒരു ചില മൊമെൻറ്റ്സ്, അതായത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ചില മൊമെൻറ്റ്സിലൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ വളരെ വളരെ കിട്ടുമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ക പ്ലേസ്മെൻ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. അപ്പം മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് ആനിമേസ് അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറേസ്ഡ് ട്രൈ ചെയ്യുക.